ആദ്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. മമ്മൂട്ടി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. ആദ്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. മമ്മൂട്ടി. സിനിമാ നടൻ എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ തന്റെ സാന്നിധ്യം ഉപയോഗിക്കരുത് എന്നായിരുന്നു അദ്ദേഹം രമേഷ് പിഷാരടിക്ക് നൽകിയ ഉപദേശം. കൂടുതൽ ആ വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടൻ കൂടിയാണ് രമേഷ് പിഷാരടി. ഇപ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പാലക്കാട് നിന്ന് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയത്. MLA ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. സലീം കുമാറിന്റെ ഉടമസ്ഥതയുള്ള കൊച്ചിൻ സ്റ്റാലിയൻ എന്ന മിമിക്രി ട്രൂപ്പിലൂടെയാണ് രമേഷ് പിഷാരടി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ഏഷ്യനെറ്റിലെ സിനിമാല, കോമഡി കസിൻസ്, 5 സ്റ്റാർ തട്ടുകട തുടങ്ങിയ ജനപ്രിയ പരിപാടികളിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായി മാറി. 2008 പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് സിനിമയിൽ അരങ്ങേറ്റം ലഭ്യമാകുന്നത്. തുടർന്ന് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ പിഷാരടിക്ക് സാധിച്ചു. അഭിനയത്തിനൊപ്പം സംവിധാന രംഗത്തും തന്റെ കഴിവ് തെളിയിച്ച താരം ജയറാമിനെയും കുഞ്ചാക്കോ ബോബനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി 2018 പഞ്ചവർണ്ണ തത്ത എന്ന സിനിമ സംവിധാനം ചെയ്തിരുന്നു. പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പിഷാരടി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ പ്രവേശനത്തിന് മുമ്പ് മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ച നിർണായക ഉപദേശത്തെക്കുറിച്ചാണ് ഇപ്പോൾ താരം ഈയിടെ ഒരു അഭിമുഖത്തിൽ വെച്ച് പങ്കുവച്ച കാര്യം. വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പിഷാരടി കാര്യങ്ങൾ പങ്കുവച്ചത്. 4-5 വർഷം മുമ്പാണ് KK ശൈലജ ടീച്ചർക്ക് മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കർ അവാർഡ് സമ്മാനിക്കുന്ന ദിവസം. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിക്ക് ഒപ്പം ഞാനും പോയി. അന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ എത്തുമെന്ന വാർത്ത അന്തരീക്ഷത്തിലുണ്ട്, രമേഷ് പിഷാരടി പറഞ്ഞു. ആ യാത്രക്കിടെയാണ് മമ്മൂട്ടി നൽകിയ ഉപദേശം ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് താരം വ്യക്തമാക്കി. ആ യാത്രയിൽ മമ്മൂക്ക പറഞ്ഞു, നാളെ നേരെ സിനിമയിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പിൽ നിൽക്കരുത്. ആദ്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. പിന്നെ സിനിമാ നടൻ എന്ന വിലാസം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കരുത്. രണ്ടും രണ്ടാണ്. അത് ഞാൻ പാലിച്ചു, രമേഷ് പിഷാരടി പറഞ്ഞു. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായ മമ്മൂട്ടിയുടെ ഈ ഉപദേശം തന്റെ രാഷ്ട്രീയ യാത്രയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നാണ് പിഷാരടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം നേടേണ്ടതിന്റെ പ്രാധാന്യവും സിനിമയുടെയും രാഷ്ട്രീയത്തിന്റെയും വ്യത്യസ്ത സ്വഭാവവും മമ്മൂട്ടി അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നാണ് താരം പറയുന്നത്. അല്ലെങ്കിലും മമ്മൂക്ക ഈ വക കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളൊരു വ്യക്തിയാണ്. നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് അദ്ദേഹം നൽകിയ വലിയ നിർദ്ദേശങ്ങളും അദ്ദേഹം അത് പാലിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളുമൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിനും സിനിമയിലേക്ക് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ക്ഷണമുണ്ടായതാണ്. പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിന് സിനിമ തന്നെയാണ് പാഷൻ എന്ന് അദ്ദേഹം ഇപ്പോഴും എന്നും എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് അദ്ദേഹം പാലിക്കുകയും ചെയ്തു. മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള മമ്മൂട്ടിക്ക് തന്റെ രാഷ്ട്രീയം പലപ്പോഴും പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ആശയങ്ങളും എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമറിയാം. ഏതായാലും മമ്മൂക്ക നൽകിയ വാക്കുകൾ രമേഷ് പിഷാരടിയുടെ വിജയത്തിന്റെ അടിത്തറയായി മാറി എന്നതിൽ അതിശയമൊന്നുമില്ല. കാരണം പറയുന്നത് മമ്മൂട്ടിയാണ്, നമുക്കറിയാമല്ലോ, മമ്മൂട്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.